സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആയുഷ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിലിൽ ഇത്തരം പൊലിയുന്ന ജീവനുകൾ ഒട്ടേറെയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രിയുടെ പ്രതികരണമൊക്കെ വന്നതാണ്. കർക്കശമാക്കും, അതിൽ ഉത്തരവ് പുറപ്പെടുവിക്കും എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ വാർത്ത വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഒരു സ്വകാര്യ ബസ് അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്ന ദൃശ്യം, തലനാരിഴയ്ക്ക് ബൈക്ക് യാത്രികൻ രക്ഷപ്പെടുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ബസ് അതേ രീതിയിൽ അതേ വേഗതയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതാണ്. ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അനുജ, ഇന്ന് 10:30, അതായത് കുറച്ച് സമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. പുതിയകാവ് ചക്കുവള്ളി റോഡിലെ വട്ടപ്പറമ്പിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭരണിക്കാവിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് സർവീസ് നടത്തിയ ആയിഷ എന്ന സ്വകാര്യ ബസ്സാണ് ഈ മരണപ്പാച്ചിൽ നടത്തിയത്. ഈ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഇരുചക്ര വാഹന യാത്രികന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഒരുപക്ഷെ അയാളുടെ തലയിൽ കൂടി കയറി ഇറങ്ങേണ്ട ബസ്സാണ്. അയാൾ ഒരു നിശ്ചയദാർഢ്യത്തോടെ അയാൾ മറ്റൊരു സൈഡിലേക്ക് മറിഞ്ഞു വീഴുകയും ഈ ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തത്. എന്തായാലും ഇയാളുടെ വീട് ഇപ്പോൾ കൊച്ചാലമൂട് സ്വദേശി ഹാരിസ് ആണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. കാരണം ഈ റോഡിന്റെ മറ്റൊരു വശത്തു കൂടി പാഞ്ഞു വന്ന സ്വകാര്യ ബസ് ഈ ഇരുചക്ര യാത്രികന്റെ ഈ ബൈക്കിൽ തട്ടുകയായിരുന്നു. തുടർന്നാണ് ഈ വാഹനം മറുദിശയിലേക്ക് മറിഞ്ഞു വീഴുകയും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഹാരിസ് രക്ഷപ്പെടുകയും ചെയ്തത്. എന്തായാലും സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.